ഭാഗവത മഹാത്മ്യം 3 അധ്യായം പാരായണം ചെയ്തു. സാധാരണ ഇപ്പോൾ ഒരധ്യായം ഇവിടെ സമയക്കുറവാണ്, എല്ലാവർക്കും പാരായണം കേട്ടില്ലെങ്കിലും എന്തെങ്കിലും കഥ കേട്ടാൽ മതി എന്നുള്ള വിചാരവും. അപ്പോൾ പാരായണം കൂടാതെ കഥ കേൾക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേ ഒരധ്യായം കഷ്ടിച്ച് ഓടിച്ചിട്ട് വായിച്ച് തീർത്ത് കഥ പറയുന്ന രീതിയിലേക്ക് മാറി. എന്നാൽ ശ്രീമദ് ഭാഗവതം ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. പാരായണവും കഥ പറയലും മാത്രം വന്നു കഴിഞ്ഞാൽ ആ നാണയത്തിൻ്റെ മറുവശം മാഞ്ഞു പോയതുപോലെ ആണ്. പാരായണം ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് അർത്ഥം ഉൾക്കൊണ്ട് വായിക്കുകയും അർത്ഥം ഏതാണ്ട് മനസ്സിലാക്കി കേൾക്കുകയും ചെയ്താൽ ഏറ്റവും ശ്രേഷ്ഠം. ഇല്ലെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ദിവസം എവിടെയാണോ ശ്രീമദ് ഭാഗവതം മൂലം ഗ്രഹത്തിലിരിക്കുന്നത് ആ ഗ്രഹം തീർത്ഥസ്ഥാനമാണ് എന്നാണ് പറയുന്നത്. ആ ശ്രീമദ് ഭാഗവതം ദിവസത്തിൽ ഒരധ്യായമെങ്കിലും പാരായണം ചെയ്താൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഗയയിൽ പോകുന്നതിനും തീർത്ഥാടനം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠം പുണ്യമായിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രീമദ് ഭാഗവതം ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞത്? ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞ് ഭക്തജനങ്ങളെ ആകർഷിക്കുകയാണ് സാധാരണ പതിവ്. ഇവിടെ എന്നാൽ അങ്ങനെ ആകർഷിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ഉപാസനയായിട്ട് എടുത്തിട്ടുള്ള കുടുംബമാണ്. ഇവിടെ മാഹാത്മ്യത്തിൽ കൂടി ആളുകളെ ആകർഷിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഭക്തിയുടെ കഥയിൽ കൂടി നാരദൻ പറഞ്ഞു ഭക്തി ദേവിക്ക് ഭഗവത്ഗീത ഉപദേശിച്ചു, വേദാന്തങ്ങൾ എല്ലാം ഉപദേശിച്ചു, ഉപനിഷത്തുക്കൾ എല്ലാം, സൂക്തങ്ങൾ, മന്ത്രങ്ങൾ എല്ലാം തന്നെ ഭക്തി ദേവിയുടെ കാതിൽ നാരദൻ പറഞ്ഞിട്ടും ആ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് യാതൊരു ചേഷ്ടയും ഉണ്ടായില്ല. എന്നാൽ ഭഗവത്ഗീത പറഞ്ഞപ്പോൾ മാത്രമാണ് ചെറുതായിട്ടൊരനക്കം ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കാണിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്ത് കേൾപ്പിക്കാനുണ്ടായ സന്ദർഭം താൻ വിചാരിച്ചതുപോലെ ആ ഭക്തി ദേവിക്ക്, അമ്മയായ ദേവിക്ക് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കളെ ഉണർത്തി ആശ്വാസവും കൊടുക്കാൻ കഴിഞ്ഞില്ല. നാരദൻ വളരെ വേദനയോടുകൂടി അങ്ങനെ ദേവിക്ക് വാക്കുകൊടുത്തിട്ട്, ഭക്തി ദേവിക്ക് വാക്കുകൊടുത്തിട്ട് പോവുകയായിരുന്നു. ഹരിതാര നൈമിശാരണത്തിൽ ഭഗവാൻ തൻ്റെ പരിപൂർണമായ തേജസ്സും ശ്രീമദ് ഭാഗവതത്തിൽ അർപ്പിച്ച് ഉദ്ധവനെ ഏൽപ്പിച്ച് ബദ്രിയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് തിരോധാനം ചെയ്യുന്നത്. ഭഗവാൻ ഈ ഭൂമുഖത്ത് നിന്നും തിരോധാനം ചെയ്തതോടുകൂടി ഇവിടെ കലിയുടെ ആവാസ കേന്ദ്രം ആയിത്തീർന്നിരിക്കുന്നു. ഭാരതത്തിൻ്റെ ശ്രേഷ്ഠത, ഋഷീശ്വരന്മാരെല്ലാവരും ലോക നന്മയെയാണ് ആഗ്രഹിക്കുന്നത്. അവർ തപിക്കുന്നതും തപസ് ചെയ്യുന്നതും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം കലിയുടെ പ്രവേശം ഭഗവാന്റെ തിരോധാനത്തോടുകൂടി കലി ആവാസ കേന്ദ്രമായപ്പോൾ ലോകരക്ഷയ്ക്കായിട്ട്, സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഋഷീശ്വരന്മാരെല്ലാവരും നൈമിശാരണ്യത്തിൽ ഒരുമിച്ച് കൂടുകയും കലിദോഷ നിവാരണത്തിനായി സത്രം ആരംഭിക്കുകയും ചെയ്യുന്നു. യജ്ഞങ്ങളും യാഗങ്ങളും സത്രങ്ങളും നടത്തുകയാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീ നാരദ മഹർഷി അവിടെ എത്തിച്ചേരുന്നത്. നാരദ മഹർഷിയുടെ മുഖത്തിൻ്റെ ഗ്ലാനി കണ്ടപ്പോൾ, ആ ദുഃഖം കണ്ടപ്പോൾ ഋഷീശ്വരന്മാർ ചോദിക്കുന്നു, അങ്ങേക്ക് എന്താണ് ഒരു വിഷമം പോലെ, അങ്ങയുടെ മുഖത്ത് പ്രസന്നത കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് നാരദൻ തനിക്കുണ്ടായ അനുഭവം പറഞ്ഞു കേൾപ്പിക്കുന്നത്. നാരദനും അങ്ങനെ തന്നെ കലിയുടെ പ്രഭാവം എത്രമാത്രമുണ്ട്, ജനങ്ങൾക്ക് എത്രമാത്രം ക്ലേശമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ലോകം ചുറ്റി നടന്നതാണ്. കലി ഒരിടത്തും നാരായണ നാമം എവിടെയുണ്ടോ അവിടെ കലിക്ക് പ്രവേശനമില്ല. നാരദൻ നാരായണ നാമം വീണയിൽ കൂടി ജപിച്ചുകൊണ്ടാണ്, നാരായണനാമം പാടിക്കൊണ്ടാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത്. ആ സമയത്ത് ആ കലിയുടെ ക്ലിഷ്ടത കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. കലിയുടെ ആവാസ കേന്ദ്രമായി തീർന്നിരിക്കുന്നു ഭൂമി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പ്രത്യേകിച്ച് ഭാരതത്തിൽ കൂടി അദ്ദേഹം പുണ്യഭൂമിയായ ഭാരതത്തിൽ എങ്ങനെയുണ്ട് എന്നറിയാൻ അദ്ദേഹത്തിന് ആകാംക്ഷയായി. നാരദങ്ങനെ ഭാരതത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് വിശേഷപ്പെട്ട ഒരു കാഴ്ച കാണുന്നത്. യമുനാ നദിയുടെ തീരത്ത് അതിസുന്ദരിയായ യൗവനയുക്തയായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ അതീവ സുന്ദരിയാണെങ്കിലും മുഖം പ്രസന്നമല്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത് 2 പേർ കിടക്കുന്നുണ്ട്. അവര് മക്കളാണ്, ജ്ഞാനവൈരാഗ്യങ്ങളാണ്. ഇതെല്ലാം ആ ഭക്തി ദേവിയിൽ നിന്നും നാരദൻ തിരിച്ചറിയുന്നു. അമ്മയ്ക്ക് ചെറുപ്പവും മക്കൾക്ക് പ്രായവും കണ്ടപ്പോൾ നാരദൻ പറഞ്ഞു,
ഭക്തിദേവി നാരദനോടും ചോദിക്കുന്നുണ്ട്. തീർത്തു പറയുന്നു. കാരണം കലികാലം വന്നപ്പോഴേക്കും ഭക്തിദേവി അനാഥയായി തീർന്നു, ഇരിപ്പിടമില്ലാതായി മാറി, എല്ലാ സ്ഥലത്തു നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടു. ജനഹൃദയങ്ങളിലാണ് ഭക്തിക്ക് സ്ഥാനം ഉണ്ടാകേണ്ടത്. എന്നാൽ കലിയുടെ പ്രഭാവ നിമിത്തം എല്ലാം എൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ നടക്കുന്ന ആ സമയത്ത് ജനഹൃദയങ്ങളിൽ ഭക്തിക്ക് സ്ഥാനമില്ലാതായി. അങ്ങനെ അനാഥയായ ഭക്തിദേവി ദുഃഖിച്ചു നടക്കുന്ന സമയത്താണ് പറയുന്നുണ്ട്. നാരദനോട് കഥ പറയുന്നു. ഞാൻ ജനിച്ചത് ദ്രാവിഡത്തിലാണ്, വളർന്നത് കർണാടകത്തിലാണ്. ഇപ്പോൾ ഇതാ കഷ്ടപ്പെട്ട് വളരെ ബന്ധപ്പെട്ട് ഈ യമുനാ പ്രാന്തങ്ങളിൽ എത്തിയപ്പോൾ, വൃന്ദാവനത്തിലെത്തിയപ്പോൾ എനിക്ക് വീണ്ടും യൗവനം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ ആ വൃന്ദാവനം ഏറ്റവും ധന്യമാണ്, ശ്രേഷ്ഠമാണ്. അവിടെ ഭക്തി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഭഗവാന്റെ കേളി രംഗമാണ് അന്നും ഇന്നും എന്നും വൃന്ദാവനം. അതുകൊണ്ടാണ് ഭക്തിദേവിക്ക് തൻ്റെ സൗന്ദര്യവും യൗവനവും തിരിച്ചു കിട്ടിയത്. പക്ഷേ മനസ്സമാധാനം കിട്ടിയില്ല. കാരണം തൻ്റെ മക്കളായ ജ്ഞാനവൈരാഗ്യങ്ങൾ നിശ്ചേഷ്ടരായി കിടക്കുന്നു. അപ്പം ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പുഷ്ടി കിട്ടിയാൽ മാത്രമേ ഭക്തിക്കും ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അമ്മയ്ക്ക് സമാധാനം വേണമെങ്കിൽ മക്കൾ നന്നായിരിക്കണമല്ലോ. അങ്ങനെ നാരദൻ അതിനുവേണ്ടി ശ്രമിക്കുകയും സാധിക്കാതിരിക്കുകയും തിരിച്ചു ചെന്ന് ഋഷീശ്വരന്മാരോട് ഇക്കാര്യം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യാമെന്ന് നാരദൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് സൽക്കർമ്മം ചെയ്യാനായിട്ട് ഒരു അശരീരി കേൾക്കുന്നു. ഇത്രമാത്രം വേദവും ഉപനിഷത്തുക്കളും മന്ത്രങ്ങളും എല്ലാം ഉപദേശിച്ചിട്ടും ഒന്നും പറ്റാത്ത ഇനി എന്തൊരു സൽക്കർമ്മമാണ് താൻ ചെയ്യാനുള്ളതെന്ന് നാരദന് തന്നെ സംശയമായി തീർന്നു. അങ്ങനെ നാരദൻ തനിക്ക് ശേഷം അതിന് പോകുമ്പോൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടതായ സൽക്കർമ്മം? ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് എങ്ങനെ വൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും? അവിടെ നാരദന്റെ പ്രത്യേകത, സർവവും തികഞ്ഞ എല്ലാ അറിവുമുള്ള നാരദൻ താനല്ലാതെ മുൻപിൽ കണ്ടവരെല്ലാവരും തന്നെക്കാൾ ശ്രേഷ്ഠ, ആരിൽ നിന്നും അറിവ് തേടാനുള്ള ഭീകരത. സൽക്കർമ്മം എന്താണെന്ന് കണ്ടവരോടെല്ലാം ചോദിച്ച് നാരദൻ മുന്നേറിപ്പോയെന്ന് പറഞ്ഞ്, നാരദരെ അങ്ങേക്കറിയില്ലാത്ത സൽക്കർമ്മം ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ഓരോരുത്തരും ചോദിച്ചു. അങ്ങനെ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു. അവിടെ സനകാദി ഋഷീശ്വരന്മാര് ഇരിക്കുന്നുണ്ട്, ശൗനകാദി മഹർഷീശ്വരന്മാര് അവിടെയുണ്ട്. അവർ സത്രം നടത്തുന്ന സമയത്താണ് നാരദൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് സൽക്കർമ്മം? അപ്പോൾ അവർ പറഞ്ഞു, നാരദൻ തന്നെയല്ലേ ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചത്? ബ്രഹ്മദേവനാണ് നാരദൻ ഉപദേശിച്ചു. ഭഗവാൻ ബ്രഹ്മദേവൻ ഭഗവാൻ ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതമായിട്ടാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ ബീജമാണ് ചതുശ്ലോകി ഭാഗവതം. അത് നാരദന് കിട്ടി. അങ്ങനെ നാരദൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചു. അതിനുശേഷം വ്യാസൻ നാരദൻ ഉപദേശിച്ചു. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം എഴുതിയത്. ആ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും ആ ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയും, അങ്ങനെ ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് സപ്താഹമായിട്ട് പാരായണം ചെയ്യും. 7 പകൽ കൊണ്ട് പാരായണം തീർക്കുക. 7ന്റെ സംഖ്യ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനിയുള്ള കഥകളിൽ കൂടി നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഷഡാധാരങ്ങളും ഭേദിച്ച് ആ സഹസ്രദള കമലത്തിൽ ആ പ്രാണൻ എത്തിച്ചേർന്ന് മുക്തിയിലേക്ക് എത്തുന്ന ഭാഗമാണ് ആ 7. മുളയുടെ കഥയും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. 7 ദിവസം സൂര്യന്റെ രശ്മികളിൽ 7 വർണ്ണമാണ് പ്രകൃതി ലയിച്ചിരിക്കുന്നത്. ആ 7ന്റെ ശക്തിയിലാണ്. ആ 7നോട് ബന്ധപ്പെട്ടാണ് ഇവിടെ വേദങ്ങളും കാര്യങ്ങളും ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, കരിമ്പ് ഏറ്റവും മധുരമുള്ളതാണ്. പക്ഷേ ആ കരിമ്പിനേക്കാൾ എത്രയോ മധുരമുള്ളതാണ് ശർക്കരയും പഞ്ചസാരയും എല്ലാം. അത്രയും മധുരം കരിമ്പിന് കാണുകയില്ലോ. അതേപോലെ തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും ശ്രേഷ്ഠമാണെങ്കിൽ കൂടിയും അത് സാധാരണക്കാർക്ക് മാധുര്യമറിയതല്ല, മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ എല്ലാം കടഞ്ഞെടുത്ത സത്തായിട്ട് മധുരമായ കഥകളിൽ കൂടിയാണ് ശ്രീമദ് ഭാഗവതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അശുഖമുഖാത് അമൃതദ്രവ സംയുതം. കരിമ്പാണെങ്കിൽ അത് ആട്ടിയെടുത്താൽ മാത്രമേ നീര് കിട്ടുകയുള്ളൂ, അത് കളയാൻ ധാരാളമുണ്ട്. എന്നാൽ ഇവിടെ ശ്രീമദ് ഭാഗവതമാകുന്ന അമൃതത്തിൽ നമുക്ക് ഒന്നും തന്നെ കളയാനില്ല. താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെ 7 ദിവസം സപ്താഹമായിട്ട് നാരദന്റെ കൂടി ആഗ്രഹപ്രകാരം അവിടെ ശൗനകാദി ഋഷീശ്വരന്മാര് ആ സത്രത്തോടൊപ്പം തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹമായിട്ട് അതിൻ്റെ മഹാത്മ്യം വർണ്ണിച്ചപ്പോഴേക്കും തന്നെ ഈ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത് അവിടെ ഭക്തിദേവി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ
നാരായണ വാസുദേവ എന്ന നാമം ജപിച്ചുകൊണ്ട് ഭക്തിദേവി ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഭാഗവതം മാഹാത്മ്യം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ 3-ാമത്തെ അധ്യായം കഴിയുന്നത്ര നമ്മൾ വായിക്കാൻ ശ്രദ്ധിക്കാറില്ല. അവിടെ അതുകൂടി വായിച്ചാലേ ആ പാരായണത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമാകുന്നുള്ളൂ. ഭക്തിക്കും ജ്ഞാനവൈരാഗ്യങ്ങൾക്കും മോക്ഷം കൊടുക്കുന്ന അല്ലെങ്കിൽ പുഷ്ടി കൊടുക്കുന്ന ആ ഭാഗം വരെയാണ് നമ്മളിവിടെ പാരായണം ചെയ്തത്. നമ്മളും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഈ 3 കാര്യം മാത്രമാണ് ശ്രീമദ് ഭാഗവതം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ആവർത്തിച്ച് ഉദാഹരണ കഥകളിൽ കൂടി പറഞ്ഞ് ഉറപ്പിക്കുക. ഭക്തിക്കിരിക്കാൻ ഇടം കൽപ്പിച്ചിരിക്കുന്നത് ജനഹൃദയങ്ങളാണ്. ഭക്തരുടെ മനസ്സിലാണ് ഭക്തി വിളയാടേണ്ടത്. അത് പ്രത്യേകിച്ച് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചിത്തശുദ്ധി നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം മഹാത്മ്യത്തിൽ പ്രധാനം പറയുന്നത്. ഇനി കലികാലത്തിൽ ശ്രീമദ് ഭാഗവതത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ശ്രീമദ്